എല്ലാവർക്കും രജനീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനും അച്ഛനും കൂടിയിട്ടാണ് ചെയ്യണത്. അച്ഛനാണ് ഉണ്ടാക്കണത്, ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് കൊണ്ടുപോകാൻ കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് ദയവ് ചെയ്തിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അച്ഛൻ കടലപ്പരിപ്പ് പൊടിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയ പൊടിയല്ല. അങ്ങനെ പൊടി വാങ്ങുമ്പോൾ നമ്മൾ പല മിക്സിങ്ങും ഉണ്ടാവും. അപ്പം അത് കാരണം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് കടലപ്പരിപ്പ് വാങ്ങി പൊടിച്ചെടുക്കുകയാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ മാവിന് 1.5 കിലോ അളവിലാണ് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നത്. സാധാരണ അച്ഛൻ്റെ റെസിപ്പിയിൽ 2 കിലോ പഞ്ചസാരയാണ്. എത്ര മാവ് എടുക്കണോ അതിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മധുരം അധികം വേണ്ടാത്തത് കൊണ്ട് ഞാൻ 1.5 കിലോ ആക്കി ചുരുക്കിയിട്ടുണ്ട് അതിനെ. അപ്പോൾ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്ര മധുരം വേണ്ട, അപ്പോൾ കുറച്ച് മധുരത്തിൽ ചെയ്തു തരാൻ. അപ്പം അങ്ങനെ ഞാൻ 1 കിലോ മാവിന് 1.5 കിലോ പഞ്ചസാര ഇവിടെ അടുപ്പത്ത് വെച്ച് അതിനെ പാവ് കാച്ചാൻ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കടലമാവ് എടുക്കുകയാണ്. ഒരു പാത്രം കടലമാവ് നമുക്കൊരു പാത്രത്തിലിട്ട് അപ്പോഴേക്കും പഞ്ചസാര പാവ് കാച്ചിയെടുക്കണം. ഒരു കമ്പി പാകമാണ് അതിൻ്റെ, ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ പാവ് കാച്ചണത്. അപ്പോൾ പാവ് കാച്ചി അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വെക്കണം. നമുക്കിനി കടലമാവ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അതിനെ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. കട്ട ഒട്ടും പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് അരിച്ചെടുത്ത കടലമാവ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ചെടുക്കണം. എന്നിട്ട് അതിൽ നല്ലോണം പഞ്ചസാര പാവിൽ അതിനെ യോജിപ്പിക്കണം. നമ്മുടെ പഞ്ചസാര പാവിൽ മാവ് ഇങ്ങനെ നല്ലോണം വെന്ത് വരണം. കട്ടയെല്ലാം ഉടച്ച് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒഴിച്ച് നല്ലോണം അതിനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് അതിന് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിൽ കിടന്ന് നല്ലോണം വേവേണ്ടതുണ്ട്. തുടരെ ഇളക്കണം. നമ്മൾ കൈ വിടാൻ പാടില്ല. ചട്ടുകം കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പലഹാരമാണത്. നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എണ്ണയും നെയ്യും മാറി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അത് മുറുകി വരുമ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെയും നെയ്യ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് അത് ഏകദേശം മാവാറായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ട്രേ റെഡിയാക്കി വെക്കണം. നല്ലോണം എണ്ണ പുരട്ടി എണ്ണയോ നെയ്യോ തടവി ട്രേനെ റെഡിയാക്കി വേണ്ടതുണ്ട്. ട്രേ ഒക്കെ നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കണം. തനിയെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചീഞ്ചട്ടിയിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ പാകം.
നമുക്ക് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാറ്റണം. കണ്ടോ, ചീഞ്ചട്ടിയിൽ ഇപ്പോൾ ഒട്ടും പിടിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ പാകം. ചീഞ്ചട്ടിയിൽ നിന്ന് തന്നെ വിട്ട് വരണ ഒരു പാകമാണ് ഇതിൻ്റെ. അപ്പോൾ ആയി നമുക്ക് മനസ്സിലാക്കാം. ഇനി പെട്ടെന്ന് തന്നെ അതിനെ ചട്ടുകം കൊണ്ട് നല്ലോണം അമർത്തി കൊടുക്കണം. അപ്പോൾ ഉള്ളിൽ നല്ലോണം വെന്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ തിളച്ചിട്ട് ആ ചൂട് കൊണ്ട് അത് പുറത്തേക്ക് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിനെ നല്ല അടിച്ചടിച്ച് അതിനെ താഴത്തേക്ക് കൊണ്ടുവരണം. അമർത്തി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളിൽ ഫില്ലാവണം അത്. അല്ലെങ്കിൽ ഉള്ളിൽ എയർ നിൽക്കും. അതുകൊണ്ട് പൊന്തി നിൽക്കണത്. ഞാൻ തന്നെ അതിനെ നല്ലോണം അമർത്തി കൊടുത്ത് നല്ലോണം തേച്ച് അതിനെ ലെവലാക്കി വെക്കണം. ചട്ടകം കൊണ്ട് അതിനെ നല്ലോണം, ഓൾറെഡി നെയ്യും എണ്ണയൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ അത് ആവും. നമുക്ക് എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചൂടാറാൻ വെക്കണം. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പറിലേക്കോ മറ്റോ അത് തട്ടി കൊടുക്കണം. തട്ടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ബാക്ക് വശം ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുപോരും. നല്ല ചൂടായിരിക്കും പ്ലേറ്റ്. അപ്പോൾ അറ്റം കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ കാണിക്കുന്ന മാതിരി ഒരു സപ്പോർട്ട് കൊടുത്ത് അതിനെ തേച്ച് കൊടുത്താൽ ഉള്ളിൽ ഫില്ലാവും. അങ്ങനെ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ പ്രസ്സായിട്ടിരിക്കും. ഇനി നമുക്ക് പകുതി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് മുറിച്ചെടുക്കണം. അധികം തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മുറിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ മുറിച്ചെടുത്ത് നമുക്ക് വെക്കണം. അപ്പോൾ നമ്മളിവിടെ ചെറിയ സ്ക്വയറിലാണ് മുറിക്കണത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.